മോഡിയുടെ വാക്കും പഴയ ചാക്കും കണക്കാ. പ്രളയകാലത്ത് നമ്മളെ സഹായിച്ച സൈന്യത്തിന് സഹായിച്ച ഹെലികോപ്റ്ററിന് വാടക, അരിക്ക് വാടക. പിന്നെ ഒരു ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാന സ്റ്റേറ്റിനെ ഇങ്ങനെ അവഗണിക്കുന്നതിൻ്റെ കാര്യം എന്താ? അവർക്കിടെ അധികാരമില്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? അവർ കളിച്ചു കൂട്ടുന്ന കളി എന്നാ ഇടാ? സ്വന്തമായിട്ട് റെയിൽവേ ഉണ്ടാ, സ്വന്തമായിട്ട് എയർപോർട്ട് ഉണ്ടാ, എല്ലാം വിറ്റ് തുളച്ച് ഒന്നുമില്ലാണ്ടായി. 2 കോടി തൊഴിലവസരങ്ങൾ എവിടെ? തൊഴിലവസരങ്ങൾ എവിടെ? ഉള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, സമാധാനത്തോടെ സംതൃപ്തിയോടെ നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഈ മോദിൻ്റെ ഗുജറാത്തും അല്ലെ മോദിൻ്റെ UP-യും സ്വർഗ്ഗരാജ്യമാണെങ്കിൽ പിന്നെ അവിടെ കടന്നാൽ പോരെ? ഇവന്മാരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അവർ UP-യിൽ പോയിട്ട് അവർ സ്കൂൾ നോക്കി, UP-യിൽ സർക്കാർ സ്കൂളിങ്ങൾ നോക്കിയായിട്ടാണ് പോയിട്ട്. എന്താണ് സർക്കാരിൻ്റെ അവസ്ഥ? സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകന്മാരുണ്ട്, UP-യിലെ ടീച്ചർമാർക്ക് പഠിപ്പിക്കാനറിയാം. വിഡ്ഢികളല്ലാണ്ട് അങ്ങനെ പറയാം. സബ്സിഡി നമ്മൾ അറിയാണ്ട്, നിങ്ങളോട് ആദ്യം പറഞ്ഞു ആധാർ ലിങ്ക് ചെയ്യാൻ പറഞ്ഞു, ഗ്യാസ് ഇതാക്കാൻ പറഞ്ഞു. അവസാനം എന്ന് പറഞ്ഞാൽ നമ്മളറിയാണ്ട് ഫുട്പാത്തിൽ അതായത് ചട്ടി കളിക്കാരൻ ചെയ്യുന്ന, നാടവേലിക്കാരൻ ചെയ്യുന്നവരെ നമ്മളറിയാണ്ട് നമ്മളെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മളെ ബർബാദിയാക്കി. കേരളക്കാരനെ ഒന്നിനും കൊള്ളാതവനാക്കി. അതാണ് മോദിനെ കൊണ്ടുള്ള ഗുണം. മോദി വന്നു കഴിഞ്ഞാൽ അടുത്തതിന് മോദി വന്നാലും ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത്. സമാധാനമുണ്ട്. എവിടെയാണ് സമാധാനം? ആയിരിക്കാം സമാധാനമുള്ള? ഹാപ്പിനെസ് സ്കെയിലിങ്ങൾ നോക്ക്. നമ്മളെ കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ ഹാപ്പിനെസ് സ്കെയിൽ നോക്ക്. എവിടെ എത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം? എവിടെ എത്തി ദാരിദ്ര്യം? ദാരിദ്ര്യം അങ്ങേ അറ്റത്തുള്ള ദാരിദ്ര്യം. നമ്മൾ സോമാലിയ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നമ്മളെ കളിയാക്കി, സോമാലിയക്കാരാ. ഇപ്പോൾ സോമാലിയനെ കാട്ടി അപ്പുറം നമ്മളുള്ള ഇന്ത്യൻ്റെ പിന്നെ രൂപേൻ്റെ മൂല്യം എവിടെ എത്തി? എന്ത് ഗ്യാരണ്ടി? നമ്മളെന്ത് പറയണമെന്ന്? അയാൾ പറഞ്ഞ് പറ്റിക്കലാന്ന് അയാൾ ഡിഗ്രി കാണിക്കാൻ പറഞ്ഞു. ഒരിക്കലും കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ 50 രൂപക്ക് വേണ്ട, നിങ്ങൾ പണ്ടത്തെ പോലെ 65-70 താ പറ്റുമോ? അവർ തരൂല. അവരിങ്ങനെ സൂപ്പർ ടാക്സും സെസ്സും കൂട്ടി വന്നിട്ട് അവരെ ഖജനാവ് നിറച്ച് ഇങ്ങനെ കള്ളപ്പണം, ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ആളെ പറ്റിക്കലെന്ന് അവരെ ഐക്കൺ എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കലാണ്, പറഞ്ഞ് പറ്റിക്കൽ. അവർ ഐക്കൺ മോഡിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറ്റിക്കുക.